ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്കായുള്ള സീറ്റ് വിഭജനത്തിൽ ധാരണ. ഇടതു പാർട്ടികൾ 37 സീറ്റുകളിൽ മത്സരിക്കും. അതിനിടെ ഇന്നലെ മരവിപ്പിച്ച SP നേതാവ് അഖിലേഷ് യാദവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു. വിനീത VG വിവരങ്ങളുമായി. വിനീത, ഈ ആവശ്യപ്പെട്ടത്ര സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 37 സീറ്റുകളിലായിരിക്കും ഇടതുമുന്നണി മത്സരിക്കുക. ഇതിൽ 6 സീറ്റുകളിൽ CPM-ഉം 6 സീറ്റുകളിൽ CPI-യും മത്സരിക്കും. CPIM-ലിനായി 25 സീറ്റുകളാണ് ധാരണയായിട്ടുള്ളത്. അത് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ CPIM-ൽ മത്സരിച്ചു. അതിൽ 12 സീറ്റുകൾക്കും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കണമെന്ന് CPIM-ൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് 25 സീറ്റുകൾ നൽകാമെന്ന ധാരണയായിരിക്കുന്നത്. ഒപ്പം തന്നെ സിറ്റിംഗ് സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ CPIM നിർദ്ദേശം നൽകിയതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. CPIM കേന്ദ്ര നേതൃത്വമാണ് ഈ സിറ്റിംഗ് സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സീറ്റ് വിഭജന ചർച്ചകൾ നീണ്ടുപോകുന്ന ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സിറ്റിംഗ് സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ 37 സീറ്റുകളിലായിരിക്കും ഇടതുമുന്നണി മത്സരിക്കുന്നത്. ഒപ്പം തന്നെ RJD 135 സീറ്റുകളിൽ മത്സരിച്ചേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. കോൺഗ്രസ് 50 മുതൽ 55 സീറ്റുകളിലേക്കായിരിക്കും മത്സരിക്കുക. NDA സംബന്ധിച്ചിടത്തോളം NDAയിലും സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുവെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഈ ചിരാഗ് പസ്വാന്റെ LJP കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതും ഒപ്പം തന്നെ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 15 സീറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് NDA സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. അതിൽ LJP 40 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും 26 സീറ്റുകൾ വിട്ടു നൽകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ ചിരാഗ് പസ്വാൻ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്ക് 15 സീറ്റുകളാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ 7 സീറ്റുകൾ നൽകാമെന്ന ധാരണയായിട്ടുണ്ട്. ഏറെക്കുറെ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, ശരി. വിനീത VG ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.